എല്ലാവർക്കും ജോ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾക്ക് വളരെ ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലേറ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി നമുക്ക് 1/2 കിലോ ബോൺലെസ് ചിക്കൻ ക്ലീൻ ചെയ്ത് ഒരു പ്രഷർ കുക്കറിൽ എടുക്കാം. ചിക്കൻ ഒന്ന് മുങ്ങിക്കിടക്കും വിധം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ക്രഷ്ഡ് പെപ്പർ, കുറച്ച് ഉപ്പ് ഇവ ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ ഇത് വേവിക്കാൻ വെക്കാം. അതുപോലെ നമുക്ക് ഇതിനാവശ്യമുള്ള 2 ഉരുളക്കിഴങ്ങ് വാഷ് ചെയ്ത് പ്രഷർ കുക്കറിലെടുത്ത് വേവിച്ചെടുക്കാം. വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതിന് ആവശ്യമായ 3 പച്ചമുളക് ചെറുതായി ചോപ്പ് ചെയ്തത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തത്, 7-8 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, 2 മീഡിയം സവോള ചോപ്പ് ചെയ്തത്. കട്ട്ലേറ്റ് ഫില്ലിംഗ് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള കൂടി ചേർക്കാം. ഒന്ന് വാടി വരുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. രണ്ട് ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ ക്രഷ്ഡ് പെപ്പർ എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച ചിക്കൻ മിക്സിയുടെ ജാറിൽ ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇത് എല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ നമുക്ക് മാഷ് ചെയ്ത പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്ത ഫില്ലിംഗ് ഇതുപോലെ ചെറിയ ഉരുളകളാക്കി കയ്യിൽ വെച്ച് പരത്തിയെടുക്കാം. ഈ ഒരു ഷേപ്പ് കിട്ടും വിധം നമുക്ക് പരത്തിയെടുക്കാം. ഇതുപോലെ ഷേപ്പ് ചെയ്തിരിക്കുന്ന ഫില്ലിംഗ് നമുക്ക് 14-15 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഫില്ലിംഗ് മുക്കുന്നതിനായി 2 എഗ്ഗ് കുറച്ച് ഉപ്പ് ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. 3 പീസ് ബ്രെഡ് മിക്സിയുടെ ജാറിൽ ക്രഷ് ചെയ്ത് ഇതുപോലെ എടുക്കാം. 3 ബ്രെഡും ഒന്ന് ടോസ്റ്റ് ചെയ്ത് വേണം എടുക്കാൻ, ഡ്രൈ ചെയ്ത്. നന്നായി ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ബീറ്റ് ചെയ്തിരിക്കുന്ന എഗ്ഗിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് എണ്ണയിലിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമേ ആകാവൂ. ഹൈ ഫ്ലെയിമായ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ ക്രിസ്പി കട്ട്ലേറ്റ് റെഡിയായിട്ടുണ്ട്. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching.